ഓം ശാന്തി. ഈ ദേഹത്തിൽ വിരാജമാൻ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഭ്രുകുടിയിൽ നിന്നും വേറിട്ട് ഞാൻ പറന്നുകൊണ്ട് സെക്കൻഡിൽ എൻ്റെ നിജധാമം പരമധാമത്തിലെത്തുന്നു. പരമധാമത്തിൽ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ നിജഗുണങ്ങൾ സഹജമായി ഇമോർജാകുന്നു. മുക്തിധാമത്തിൽ ഞാൻ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി ഒരു ദിവ്യ നക്ഷത്രമായി പ്രകാശിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രകാശബിന്ദു ആത്മാ, മുന്നിൽ സുപ്രീം പ്രകാശബിന്ദു ശിവബാബ. ശിവബാബയിൽ നിന്നും പുറപ്പെടുന്ന പവിത്രതയുടെ കിരണങ്ങൾ സ്വയം തന്നിൽ സമാവേശമാക്കി ഞാൻ ആത്മാവ് സമ്പൂർണ്ണ പവിത്രമാകുന്നു. ഈ സമ്പൂർണ്ണ പവിത്ര അവസ്ഥയിൽ ഞാൻ പരമധാമത്തിൽ നിന്നും താഴോട്ടിറങ്ങി ഈ പരിധിയില്ലാത്ത സൃഷ്ടിരംഗമഞ്ചത്തിൽ ശരീരത്തിൽ പ്രവേശിക്കുന്നു. എങ്കിലും ദേഹത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും മാറി വിദേഹി ആത്മാവായിരിക്കുന്നു. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ചൈതന്യ നക്ഷത്രമാകുന്നു. ഈ സൃഷ്ടിരംഗമഞ്ചത്തിൽ പാർട്ടഭിനയിച്ചുകൊണ്ട് എൻ്റെ ആത്മാ സഹോദരങ്ങളെ കാണുന്നു. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ ഓരോരുത്തരും തൻ്റെതായ പാർട്ട് അഭിനയിക്കുന്നു. എനിക്കറിയാം, എല്ലാ ആത്മാക്കളും ഒരു പരിധിയില്ലാത്ത പരിവാരത്തിലേതാണ്. ഒരു വീട്ടിൽ നിന്നും വന്നവരാണ്. ഒരു പരമാത്മാവിൻ്റെ കുട്ടികളാണ്. എല്ലാ ആത്മാക്കളും അന്യോന്യം സഹോദരങ്ങളാണ്. സർവരുടെയും പ്രതി എന്റേത് ആത്മിക ദൃഷ്ടിയാണ്, സിവിൽ ദൃഷ്ടിയാണ്. ഇപ്പോൾ ദേഹത്തിന്റെ ബോധമില്ല. ദേഹത്തിന്റെ ദൃഷ്ടി സമാപ്തമാണ്.
ദേഹത്തിൻ്റെ ദൃഷ്ടിയില്ല, വികാരി ദൃഷ്ടിയില്ല. ഇപ്പോൾ സഹോദര പവിത്ര ദൃഷ്ടിയാണ്. ആത്മാ സഹോദരനാണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്ത്രീ പുരുഷ ബോധം സമാപ്തമാകുന്നു. ദേഹത്തിൻ്റെ സ്മൃതിയില്ല, സംബന്ധികളുടെ ഓർമ്മയില്ല. ദേഹി അഭിമാനി സ്ഥിതി സിവിൽ ദൃഷ്ടി ഉറപ്പാക്കുന്നു. കർമാതീത അവസ്ഥ പ്രാപിക്കുന്നു. ഇപ്പോൾ ഞാൻ നടക്കുമ്പോഴും കാര്യം ചെയ്യുമ്പോഴും ആത്മിക സ്വരൂപത്തിലിരിക്കുന്നു. ദേഹി അഭിമാനിയാകുന്നു. ബുദ്ധിരൂപി ദിവ്യ നേത്രത്തിലൂടെ സ്വയം തന്നെ മസ്തകത്തിൽ പ്രകാശിക്കുന്ന നക്ഷത്രമായി കാണുന്നു. ആരെ കാണുന്നുവോ അവരുടെ ദേഹത്തെ കണ്ടുകൊണ്ട് കാണാതിരിക്കുന്നു. മസ്തകത്തിൽ പ്രകാശിക്കുന്ന മണിയെ കാണുന്നു. ഞാൻ ആത്മാവായി ആത്മാവിനെ നോക്കുന്നു. എൻ്റെ സഹോദര ആത്മാവിനെ നോക്കുന്നു. ഇപ്പോൾ എൻ്റേത് നാച്ചുറൽ ആത്മിക ദൃഷ്ടിയാണ്. സർവരെയും സഹോദരനായി കാണുന്നു. ആരെങ്കിലും മുന്നിൽ വന്നാൽ ദൃഷ്ടി പതിയുമ്പോൾ സെക്കൻഡിൽ ദേഹഭാനം മറന്ന് വിദേഹിയായിത്തീരുന്നു. മസ്തകത്തിൽ പ്രകാശിക്കുന്ന ജ്യോതി കാണപ്പെടുന്നു. ഏത് തമോ ഗുണി ആത്മാവായാലും സിവിലായി തമോ ഗുണി സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നു. അവരുടെ ദൃഷ്ടി, വൃത്തി, സ്ഥിതി പരിവർത്തനപ്പെടുന്നു. ഞാൻ ഭാവിയിൽ വൈസിലസ് സിവിലൈഡ് ദേവതയാകുന്നു. ആത്മാവിൻ്റെ ദൃഷ്ടി നിർവികാരിയാകുമ്പോൾ കർമാതീതമാകാൻ സാധിക്കും. ഞാൻ എൻ്റെ കുറവുകളെ ഇല്ലാതാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അതിനായി ഞാൻ സ്വഭാവത്തിൻ്റെ രജിസ്റ്റർ വെക്കുന്നു. അതിൽ ദിവസവും കണക്കുകൾ രേഖപ്പെടുത്തുന്നു. കുറവുകൾ ഇല്ലാതാക്കി ഒരു ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാത്ത സ്ഥിതിയിലെത്തുന്നു. ഒരു പഴയ വസ്തുവിലും മമത്വമില്ല. യാചിക്കുന്ന ആഗ്രഹം ഇല്ലാതാകുന്നു. ബുദ്ധി മാനവ ബുദ്ധിയാണെങ്കിൽ ആസുരീയ ബുദ്ധിയാണ്. പിന്നെ ഈശ്വരീയ ബുദ്ധി, പിന്നെയുള്ളത് ദൈവിക ബുദ്ധി. ദൃഷ്ടി നിർവികാരി ദൃഷ്ടി. രണ്ടാമത്തേത് വികാരി ദൃഷ്ടിയാണ്. കലിയുഗി മനുഷ്യരുടെ ദൃഷ്ടി ക്രിമിനലാണ്. ക്രിമിനൽ ദൃഷ്ടിയുള്ളവർ രാവണന്റെ ജയിലിൽ ബന്ധിതരാണ്. രാവണ രാജ്യത്തിലെല്ലാവരും ക്രിമിനൽ ദൃഷ്ടിയുള്ളവരാണ്. ഞാനിപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ബാബ വികാരി ദൃഷ്ടിയുള്ളവരെ മാറ്റി നിർവികാരി ദൃഷ്ടിയുള്ളവരാക്കി മാറ്റുന്നു.
എപ്പോൾ നിർവികാരി ദൃഷ്ടിയാകുന്നുവോ അപ്പോൾ കർമാതീത അവസ്ഥയിലെത്തുന്നു. പിന്നീട് സഹോദര ദൃഷ്ടിയുണ്ടാകും. ആത്മാവ് ആത്മാവിനെ നോക്കുന്നു. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ശരീരത്തെ മറക്കൂ, ശരീരം ഉപേക്ഷിക്കുന്നത് ബാബയുടെ ഓർമ്മയിലായിരിക്കണം. ദേഹത്തിന്റെ അഭിമാനം ഉപേക്ഷിച്ച് പവിത്രമാക്കി മാറ്റുന്ന ബാബയുടെ ഓർമ്മയിൽ ശരീരം ഉപേക്ഷിക്കണം. ഞാൻ ആത്മാവ് ബാബയുടെ അടുത്തേക്ക് പോകുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. കർമാതീത അവസ്ഥയിൽ കണ്ണുകൾ നിർവികാരിയായിരിക്കും. ആത്മീയ സഹോദര സ്നേഹമുണ്ടായിരിക്കും. അപ്പോൾ ഉയർന്ന പദവി നേടുന്നു. മോശമായ ഒരു വസ്തുവിലും മമത്വമുണ്ടാകില്ല. ശരീരത്തോട് പോലും മമത്വമുണ്ടാകില്ല. സത്യമായ യോഗിയായിരിക്കണം. അപ്പോൾ ഫ്രഷ് ആകുന്നു. സത്യയുഗത്തിലും സന്തോഷമുണ്ടാകുന്നു. ഇവിടെയും സന്തോഷമുണ്ടാകുന്നു. പിന്നീട് അതേ സന്തോഷം കൂടെ കൊണ്ടുപോകുന്നു. ബാബ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. ബാബയുടെ കുട്ടിയായ ഞാൻ ആർക്കും ദുഃഖം നൽകില്ല. എല്ലാവർക്കും സുഖത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു. ആരാണോ നിർവികാരി ദൃഷ്ടിയുള്ളവർ അവർ ഉയർന്ന പദവി നേടുന്നു. സത്യയുഗത്തിൽ സിവിൽ ദൃഷ്ടിയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ 100% ആത്മബോധമുള്ളവരാകാൻ സാധിക്കും. ബാബ പറയുന്നു, നിങ്ങളുടെ ജ്യോതിയും പൂർണ്ണമായും അണയില്ല. അല്പം മാത്രം പ്രകാശം അവശേഷിക്കും. പിന്നീട് സുപ്രീം ബാറ്ററിയിൽ നിന്നും ശക്തി നേടുന്നു. ബാബയോടൊപ്പം എങ്ങനെ യോഗം വെക്കാൻ സാധിക്കുമെന്നത് സ്വയം ബാബ വന്ന് പഠിപ്പിച്ചു തരുന്നു. ബാബ എനിക്ക് ഏത് നിർദ്ദേശങ്ങൾ നൽകുന്നുവോ അത് ഞാൻ പഠിക്കുന്നു. അവിടെ സത്യയുഗത്തിൽ അളവറ്റ ശാന്തിയാണ്. ഭക്തിയിലൂടെ വളരെയധികം ശാന്തി ലഭിക്കുന്നു. അത് അല്പകാലത്തേക്കാണ്. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് നൽകുന്നു. പരിധിയുള്ള അച്ഛനിൽ നിന്നും പരിധിയുള്ള സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. വാസ്തവത്തിൽ അത് ദുഃഖത്തിൻ്റെതാണ്. കാമകഠാരിയുടെ സമ്പത്താണ്. അതിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഞാൻ പതിത പാവനനായ ബാബയെ ഓർമ്മിക്കുന്നു. ഇതാണ് സഹജമായ ഓർമ്മ. ഞാൻ ഈ ലോകത്തെ മറക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയുടെ ശ്രീമതമാണ് ശരീരത്തോട് അല്പം പോലും മമത്വമില്ലാത്ത രീതിയിൽ യോഗിയായി മാറണം. മോശമായ ഒരു വസ്തുവിലും ആസക്തി ഉണ്ടാവരുത്. അവസ്ഥ ഉപരാമമായിരിക്കണം. കാലൻ തലക്ക് മുകളിലുണ്ട്. അതിനാൽ
ശുഭകാര്യങ്ങൾ വൈകിക്കരുത്. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. അതിസമർത്ഥനായ ബാബയോട് അതിസാമർഥ്യം കാണിക്കുന്നതിന് പകരം അനുഭവ ശക്തിയിലൂടെ സർവ പാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കൂ. ജീവിതത്തിൽ ഭിന്ന ഭിന്ന ബന്ധനങ്ങളിൽ നിന്നും മുക്തരായിരിക്കുക തന്നെയാണ് ജീവൻ മുക്ത സ്ഥിതി. ഓം ശാന്തി.